ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കഴിഞ്ഞ പുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സ്വന്തത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വവും അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനതകൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടന്നിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുക. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ നദിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതെ, നിരക്ഷരും നിർമ്മല ഹൃദയരും പാവപ്പെട്ടവരുമായ ആട്ടിടയർക്കാണ് ആദ്യമായി ഈശോയെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചത്. കാലത്തിന്റെ പൂർണ്ണതയിൽ രക്ഷകൻ മണിമേടയിലല്ല കാലത്തൊഴുത്തിൽ വന്നു പിറന്നു. ഈശോയുടെ ജനനം അറിയിച്ചുകൊണ്ട് കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു. സത്യാന്വേഷികളായ ജ്ഞാനികൾ പൗരസ്ത്യ ദേശത്തു നിന്ന് നക്ഷത്രത്തെ പിന്തുടർന്ന് കാലത്തൊഴുത്തിൽ എത്തി. തങ്ങളുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും നീരും കുന്തിരിക്കവും ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ചു. മരുഭൂമി വഴികളിലൂടെ ഒരു കാര്യം തൊഴുത്തു തേടി രാജാക്കന്മാർ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ കഴിയുന്നവരെന്ന് നമ്മൾ കരുതുന്നവരും ഏറ്റവും വലിയ ജീവിതാവസ്ഥയിൽ കഴിയുന്നവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുമായ കുറെ നല്ല മനുഷ്യരുടെ സംഗമവേദിയായി തീർന്നു ഈ പരിശുദ്ധമായ പുൽത്തൊട്ടി. ദൈവപുത്രനായ യേശു ബെത്ലഹേമിൽ പിറന്നപ്പോൾ അവിടുത്തെ തേടിയെത്തിയവർക്ക് അവിടുത്തെ ശാന്തിയും സമാധാനവും മറ്റനുഗ്രഹങ്ങളും നൽകി. ഇന്നും തന്നെ തേടിയെത്തുന്നവർക്ക് അവിടുത്തെ തന്റെ ശാന്തിയും അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട്.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.